വായനാദിന ക്വിസ്. എന്നാണ് വായനാദിനം ആചരിക്കുന്നത്? ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാദിനം ആചരിക്കുന്നത്? P.N. പണിക്കർ. ജൂൺ 19 വായനാദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതൽ. ആരുടെ ചരമദിനമാണ് വായനാദിനമായി ആചരിക്കുന്നത്? P.N. പണിക്കർ. P.N. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. P.N. പണിക്കർ ജനിച്ചത് എവിടെയാണ്? നിലമ്പേരൂർ, ആലപ്പുഴ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാദിനമായി ആചരിക്കുന്നത് ഏത് ദിവസങ്ങളിലാണ്? ജൂൺ 19 മുതൽ 25 വരെ. P.N. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം? 2004 ജൂൺ 19. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആര്? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ, തുഞ്ചൻപറമ്പ്, മലപ്പുറം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? സാഹിത്യലോകം. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? പി. സച്ചിദാനന്ദൻ. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേത്? ആനന്ദ്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം? ചെറുതുരുത്തി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? തൃശ്ശൂർ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം? 2013. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? കുഞ്ചൻ നമ്പ്യാർ. കൃഷ്ണഗാഥയുടെ കർത്താവ്? ചെറുശ്ശേരി. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത്? വള്ളത്തോൾ നാരായണമേനോൻ. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി? കുമാരനാശാൻ. ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി? കുമാരനാശാൻ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി? കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി? കുമാരനാശാൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചതാര്? വള്ളത്തോൾ നാരായണമേനോൻ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? A.R. രാജരാജവർമ്മ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നതാര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണമേനോൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? വൈക്കം മുഹമ്മദ് ബഷീർ. രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? സുഗതകുമാരി.
പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയത്രി സുഗതകുമാരി. സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ജ്ഞാനപീഠം. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് ആര്? ജി. ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ് ജി. ശങ്കരക്കുറുപ്പ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. രണ്ടിടങ്ങഴി എന്ന നോവൽ എഴുതിയത് ആര്? തകഴി ശിവശങ്കരപ്പിള്ള. തകഴിയുടെ ചെമ്മീൻ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? രാമു കാര്യാട്ട്. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥ? എസ്. കെ. പൊറ്റക്കാട്. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതികൾ ആരുടേത്? എസ്. കെ. പൊറ്റക്കാട്. ചെമ്മീൻ, കയർ എന്നീ നോവലുകൾ എഴുതിയത് ആര്? തകഴി ശിവശങ്കരപ്പിള്ള. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് അംശി നാരായണപിള്ള. മലയാള സിനിമയുടെ പിതാവ് ആര്? ജെ. സി. ഡാനിയേൽ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? പി. എൻ. പണിക്കർ. കേരളത്തിൻ്റെ ഭരണഭാഷ മലയാളം. ലോകത്തിലെ പ്രാചീന സാഹിത്യം ഗ്രീക്ക് സാഹിത്യം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്? ചെമ്മനം ചാക്കോ. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയതാര്? മാധവിക്കുട്ടി. ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര്? ഇരയിമ്മൻ തമ്പി. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയതാര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ട്? വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23-നാണ്. കുറ്റി പെൻസിൽ എന്ന കൃതി രചിച്ചതാര്? കുഞ്ഞുണ്ണി മാഷ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ ആരുടെ വരികൾ? കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യ ചെറുകൃതി ഏത്? വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചതാര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര്? ഒ. എൻ. വി. കുറുപ്പ്. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലയുടെ പേരെന്ത്? നാഷണൽ ബുക്ക് സ്റ്റാൾ. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ഗാന്ധിജി. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക ആരുടെ വാക്കുകൾ? പി. എൻ. പണിക്കർ. കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ? മിതവാദി.
മലബാറിലെ ഔഷധസസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? ഹോർത്തുസ് മലബാറിക്കസ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ? കുന്തലത. കുന്തലത എന്ന നോവൽ രചിച്ചതാര്? അപ്പു നെടുങ്ങാടി. ഇ റീഡിംഗ് എന്നതിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇലക്ട്രോണിക് റീഡിംഗ്. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി? ബാലാമണിയമ്മ. നാലുകെട്ട് രചിച്ചതാര്? എം ടി വാസുദേവൻ നായർ. നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം? 1958. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? എ കെ മേനോൻ. ബോബനും മോളിയും എന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചതാര്? ടോംസ്. പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? സനാതനധർമ്മം. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? പി സി ഗോപാലൻ. മാധവിക്കുട്ടിയുടെ ആത്മകഥ? എൻ്റെ കഥ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? അബ്ദുൽ കലാം ആസാദ്. വാസ്തുധാര എന്ന ചെറുകഥയുടെ രചയിതാവ്? ശ്രീരാമൻ. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത്? കെ ആർ മീര. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര്? സ്വാതി തിരുനാൾ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. ത്രിപുരസുന്ദരി കൊച്ചമ്മ ഏതു നോവലിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. കുറത്തി എന്ന കവിതയുടെ രചയിതാവ്? കടമ്മനിട്ട. തിരുവിതാംകൂർ ഗ്രന്ഥശാല രൂപവൽക്കരിച്ചത് ആര്? പി എൻ പണിക്കർ. മൗഗ്ലി കഥാപാത്രമായ ജംഗിൾ ബുക്ക് എന്ന കൃതിയുടെ രചയിതാവ്? റുഡ്യാർഡ് കിപ്ലിംഗ്. ജ്ഞാനപീഠം പുരസ്കാരം ഏർപ്പെടുത്തിയതാര്? ശാന്തി പ്രസാദ് ജെയിൻ. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ? അടൂർ ഗോപാലകൃഷ്ണൻ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം? 2017. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? വി വി അയ്യപ്പൻ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം? വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ്? പാറമേക്കൽ തോമാ കത്തനാർ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത്? രാമചരിതം. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര്? ഒ ചന്തുമേനോൻ. ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ? കുട്ടിക്കൃഷ്ണ മാരാർ.
മഹാഭാരതം രചിച്ചതാര്? വേദവ്യാസൻ. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യർ. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര്? ഒ.വി. വിജയൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ബാലാമണിയമ്മ. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആര്? ചെറുകാട്. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആര്? എസ്.കെ. പൊറ്റക്കാട്. കാക്കേ കാക്കേ കൂടെയുടെ എന്ന കവിത ആരാണ് രചിച്ചത്? ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ. 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര്? പൂന്താനം. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം? വീണപൂവ്. സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യമേത്? ആത്മാവിൽ ഒരു ചിത. രാമചരിതമാനസം രചിച്ചതാര്? തുളസീദാസ്. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നാടകവേദിയെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയതാരാണ്? കൈനിക്കര കുമാരപിള്ള. മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിലെഴുതിയ നോവലിന് ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏത് വർഷം? 1997. തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആര്? പി. കുഞ്ഞനന്തൻ നായർ. വി.കെ.എൻ. ആരുടെ തൂലികാനാമമാണ്? വി.കെ. നാരായണൻകുട്ടി. ചെറുകാട് എന്നറിയപ്പെടുന്നത് ആര്? ഗോവിന്ദ പിഷാരടി. എൻ.വി. എന്നറിയപ്പെടുന്നത് ആര്? എൻ.വി. കൃഷ്ണവാര്യർ. മഹാകവി ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമം? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. മാലി എന്നറിയപ്പെടുന്നത് ആര്? വി. മാധവൻ നായർ. ഉറൂബ് എന്നറിയപ്പെടുന്നത്? പി. സി. കുട്ടിക്കൃഷ്ണൻ. കാടുകളുടെ താളം തേടി എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? സുജാതാദേവി. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത്? മദിരാശി യാത്ര. കെ. പി. കേശവമേനോൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത്? ബിലാത്തി വിശേഷം. എൻ.വി. കൃഷ്ണവാര്യർ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത്? അമേരിക്കയിലൂടെ. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയതാര്? എ.കെ. ഗോപാലൻ. കെ.സി. കേശവപിള്ള രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത്? കാശിയാത്ര. വി.ആർ. കൃഷ്ണയ്യരുടെ യാത്രാവിവരണ കൃതി ഏത്? സോവിയറ്റ് യൂണിയനിലൂടെ. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച നാടകം?
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏത്? കൂട്ടുകൃഷി. ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ്? പ്രേംജി. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൻ്റെ കർത്താവാര്? NN പിള്ള. കൈയും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൻ്റെ കർത്താവാര്? തോപ്പിൽ ഭാസി. ഉള്ളൂർ എഴുതിയ നാടകം ഏത്? അമ്പ. തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് ആര്? UA ഖാദർ. പ്രശസ്തരായ കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ്? കവിഭാരതം. രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷം ഏത്? 1941. ഇംഗ്ലീഷിൽ എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരി ആരാണ്? അമൃത പ്രീതം. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേരെന്ത്? റെഡ് ബുക്ക്. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗീതാരഹസ്യം രചിച്ചതാര്? ബാലഗംഗാധര തിലക്. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത്? ലോങ് വാക്ക് ടു ഫ്രീഡം. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. സ്വാതന്ത്ര്യസമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ഭാസി രചിച്ച നാടകം? മൂലധനം. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആരാണ്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. കഥയില്ലാത്തവൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? MN പാലൂർ. മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥയിലെ കഥാപാത്രം? മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? വയലാർ രാമവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയതാര്? ഹെർമൻ ഗുണ്ടർട്ട്. കഥകളിയുടെ സാഹിത്യരൂപം ഏത്? ആട്ടക്കഥ. മലബാർ മാന്വൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? വില്യം ലോഗൻ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? ദുരവസ്ഥ. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? EMS. ഞാനൊരു പുതിയ ലോകം കണ്ടു ആരുടെ കൃതിയാണ്? AK ഗോപാലൻ. തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ? ചിലപ്പതികാരം, മണിമേഖല. ആട്ടക്കഥ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്? കൊട്ടാരക്കര തമ്പുരാൻ. യോഗ താരാവലി ആരുടെ ഗ്രന്ഥമാണ്? ശങ്കരാചാര്യർ. കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? M. മുകുന്ദൻ. കോരൻ, ചിരുത, ചാത്തൻ കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏത്? രണ്ടിടങ്ങഴി. കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? കോവിലൻ. ജീൻ വാൽജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവാര്? വിക്ടർ ഹ്യൂഗോ.
പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ചട്ടമ്പിസ്വാമികൾ. പി. കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം എന്ത്? തിക്കോടിയൻ. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത്? ഗീതാഞ്ജലി. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ? അസുരവിത്ത്, എം.ടി. വാസുദേവൻ നായർ. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ജാരനും പൂച്ചയും എന്ന നോവലിൻ്റെ രചയിതാവ്? കെ.വി. മോഹൻകുമാർ. എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആധാരമാക്കി സി. രാധാകൃഷ്ണൻ എഴുതിയ നോവൽ? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം? ബാപ്പുജി. പൊൻകുന്നം വർക്കിയുടെ തൂലികാ ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക? അക്കമ്മ ചെറിയാൻ. വയലാറിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയുടെ പേര്? പുരുഷാന്തരങ്ങളിലൂടെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? പാട്ടബാക്കി. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആര്? എസ്.കെ. പൊറ്റക്കാട്. പോരാ പോരാ നാളിൽ നാളിൽ ദൂരാ ദൂരാമുയരട്ടെ എന്നു തുടങ്ങുന്ന കവിത രചിച്ചതാര്? വള്ളത്തോൾ നാരായണമേനോൻ. ബാലാമണിയമ്മയുടെ പ്രഥമ കൃതി ഏത്? കൂപ്പുകൈ. സേതു, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നീ രണ്ട് സാഹിത്യ കലാകാരന്മാർ ചേർന്ന് എഴുതിയ കൃതി ഏത്? നവഗ്രഹങ്ങളുടെ തടവറ. ഏതു മഹാകവിയുടെ കവിതയാണ് കേരളപ്പിറവി ദിനത്തിൽ ആലപിച്ചത്? വള്ളത്തോൾ നാരായണമേനോൻ. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയതാര്? വൈക്കത്ത് പാച്ചുമുത്ത്. എതിർപ്പ് ആരുടെ ആത്മകഥയാണ്? പി. കേശവദേവ്. അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? തിക്കോടിയൻ. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രം? മാർത്താണ്ഡവർമ്മ. മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവലേത്? ബാല്യകാലസഖി. നൈനിത്താൾ പശ്ചാത്തലമാക്കി എം.ടി. വാസുദേവൻ നായർ രചിച്ച നോവലേത്? മഞ്ഞ്. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം ഏത്? മഗ്ദലമറിയം. ആദ്യത്തെ രാഷ്ട്രീയ ചെറുകഥയുടെ രചയിതാവ് ആര്? പൊൻകുന്നം വർക്കി. പറങ്കിമല എന്ന നോവലിൻ്റെ രചയിതാവ്? കാക്കനാടൻ. നിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്ന നോവലിസ്റ്റ്? പി. അയ്യനേത്ത്. വി.കെ.ൻ്റെ മുഴുവൻ പേര്? വടക്കേ കൂട്ടാല നാരായണൻ നായർ. ഭാഷാകൗടില്യത്തിൻ്റെ രചയിതാവ് ആര്? ചാണക്യൻ. ആശാന്റെ സീതാവാക്യം ആരുടെ രചനയാണ്? സുകുമാർ അഴീക്കോട്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. തൻ്റെ സമരായുധം വാളല്ലെന്ന് പ്രഖ്യാപിച്ച കവി ആര്?
വയലാർ രാമവർമ്മ. ടാഗോറിൻ്റെ ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്? ഗീതാഞ്ജലി. ആദ്യകാല വേദം എന്നറിയപ്പെടുന്നത്? രാമായണം. ബൈബിൾ കഥയുടെ ആശയം ഉൾക്കൊള്ളിച്ച് MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ദാമ്പത്യ സ്മരണകളായി B. കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം ഏത്? വ്യാഴവട്ടസ്മരണകൾ. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആര്? PK നാരായണപിള്ള. പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന N. മോഹനൻ്റെ നോവൽ ഏത്? ഇന്നലത്തെ മഴ. ആയുസിൻ്റെ പുസ്തകം എന്ന നോവലിൻ്റെ രചയിതാവ്? CV ബാലകൃഷ്ണൻ. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? വിദ്യാവിനോദിനി. പാണ്ഡവപുരം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? സേതു. കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏത്? ശബ്ദിക്കുന്ന കലപ്പ. മലയാള ഭാഷയിലെ പ്രഥമ യുദ്ധ നോവൽ ഏത്? ട്രെഞ്ച്. ട്രെഞ്ച് എന്ന നോവൽ രചിച്ചതാര്? ഏകലവ്യൻ. ONV കുറുപ്പിൻ്റെ പൂർണ്ണനാമം എന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആര്? ടോൾസ്റ്റോയ്. വന്ദേ മാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏത്? ആനന്ദമഠം. CV രാമൻപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പത്രം ഏത്? മലയാളി. എല്ലാ തത്വശാസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് മനുഷ്യൻ്റേത് എന്ന് പ്രഖ്യാപിച്ച കവി ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ രചനയാണ്? NV കൃഷ്ണവാര്യർ. വിംബിൾഡണിൽ മഴ പെയ്യുമ്പോൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? വൈശാഖൻ. ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം? ബിലാർ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം? കഥാബീജം. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ? യാ ഇലാഹി. അധ്യാപക നാടകകൃത്ത് എന്നറിയപ്പെടുന്നത് ആര്? കാരൂർ നീലകണ്ഠപിള്ള. നാലപ്പാട്ട് നാരായണമേനോൻ എഴുതിയ വിലാപകാവ്യം ഏത്? കണ്ണുനീർത്തുള്ളി. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ? അഗ്നിസാക്ഷി. ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം ആരുടേതാണ്? ദാന്തെ. അവകാശികൾ എന്ന നോവൽ രചിച്ചത്? വിലാസിനി. ഇവനെ കൂടി എന്ന കവിത രചിച്ചത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഗുരു ആരുടെ നോവലാണ്? K. സുരേന്ദ്രൻ. കേരളാരാമം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃതി? ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത്? ഇന്ദുചൂടൻ.
ദിവ്യകോകിലം അല്ലെങ്കിൽ ടാഗോർ മംഗളം എന്ന കവിത രചിച്ചത് ആരാണ്? കുമാരനാശാൻ. ജോസഫ് മുണ്ടശ്ശേരി രചിച്ച കവിതയുടെ പേര്? ചിന്താമാധുരി. ബുദ്ധൻ കഥാപാത്രമാകുന്ന കുമാരനാശാന്റെ കൃതി? ചണ്ഡാല ഭിക്ഷുകി. ഒരു തൊഴിലാളി കഥാപാത്രമാകുന്ന മലയാളത്തിലെ ആദ്യ നോവൽ? ഓടയിൽ നിന്ന്. ദേവകി മാനമ്പിള്ളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ്? അഗ്നിസാക്ഷി. റിക്ഷാവണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഏത്? ഓടയിൽ നിന്ന്. ഒരാളെ തകർക്കാം പക്ഷെ തോൽപ്പിക്കാനാവില്ല ഏത് കൃതിയിലെ വാചകം? കിഴവനും കടലും. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ. നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രം? മുത്തശ്ശി. കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് പരാമർശിക്കുന്ന വയലാർ രാമവർമ്മ രചിച്ച കവിത? മാടവനപ്പറമ്പിലെ ചിത. കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ആരാണ്? ONV കുറുപ്പ്. മലയാളത്തിലെ ആദ്യ സ്ത്രീപക്ഷ കവിത ഏതാണ്? ചിന്താവിഷ്ടയായ സീത. 100 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി? ദൈവദശകം. നാം മുന്നോട്ട് എന്ന കൃതി രചിച്ചത് ആരാണ്? KP കേശവമേനോൻ. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥ ഏതാണ്? നഷ്ടജാതകം. വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ എന്ന യാത്രാവിവരണം രചിച്ചത് ആരാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ചിന്നസ്വാമി എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാൻ. ശബ്ദധാരാവലി ആരുടെ രചനയാണ്? ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. ദാസൻ കഥാപാത്രമാകുന്ന M. മുകുന്ദൻ്റെ നോവൽ ഏത്? മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. ഞാൻ എന്ന ആത്മകഥ ആരുടേത്? NN പിള്ള. ശബ്ദിക്കുന്ന കലപ്പ ആരുടെ രചന? പൊൻകുന്നം വർക്കി. വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? വള്ളത്തോൾ നാരായണമേനോൻ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് ആരാണ്? PK ബാലകൃഷ്ണൻ. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്ത് കവിത എഴുതിയ കവി ആരാണ്? ONV കുറുപ്പ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര്? കമല സുരയ്യ. തൃക്കോട്ടൂരിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? UA ഖാദർ. SK പൊറ്റക്കാട് രചിച്ച നാടകം ഏത്? അച്ഛൻ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായർ. എൻ്റെ വഴിത്തിരിവ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? പൊൻകുന്നം വർക്കി. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ് ആര്?
തകഴി ശിവശങ്കരപ്പിള്ള. കാളക്കുട്ടി കഥാപാത്രമാകുന്ന മാണിക്യൻ എന്ന കഥ എഴുതിയതാര്? ലളിതാംബിക അന്തർജനം. സർ CP രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ നോവൽ ഏത്? ഏണിപ്പടികൾ. കുമാരനാശാൻ രചിച്ച പരിവർത്തനം എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ്? സഹോദരൻ അയ്യപ്പൻ. കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രം? അക്ഷരകൈരളി. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏത്? പെരുങ്കുളം ഗ്രാമം, കോട്ടയം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? സംക്ഷേപവേദാർത്ഥം. മലയാളത്തിൻ്റെ ആദ്യ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ചീരാമകവി. മലയാളത്തിലെ ആദ്യ കാവ്യം? രാമചരിതം. ഇന്ത്യയിൽ സംസ്കൃതം സംസാരിക്കുന്നത് ഏത് ഗ്രാമത്തിലാണ്? മാട്ടൂർ, കർണാടക. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യം? യോഗക്ഷേമ സഭ. കണ്ടാണിശ്ശേരി ഗ്രാമം പശ്ചാത്തലമായി വരുന്ന കോവിലൻ എഴുതിയ കൃതി ഏത്? തട്ടകം. മലയാളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം. ഒറ്റയ്ക്ക് കടൽ ക്ഷണിച്ചപ്പോൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? അഭിലാഷ് ടോമി. മോണോലിസ എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി? ഗോവ. തമാശ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? മഹാരാഷ്ട്ര. പാവങ്ങൾ എന്ന കൃതി ആരാണ് എഴുതിയത്? വിക്ടർ ഹ്യൂഗോ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വിശ്വദർശനം എന്ന കൃതിയുടെ കർത്താവ്? G. ശങ്കരക്കുറുപ്പ്. ആശയഗംഭീരൻ എന്നറിയപ്പെട്ട കവി? കുമാരനാശാൻ. ബന്ധസ്ഥനായ അനിരുദ്ധൻ ആരുടെ കൃതിയാണ്? വള്ളത്തോൾ നാരായണമേനോൻ. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം? രാമചന്ദ്രവിലാസം. SK പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ? വിഷകന്യക. മയൂര സന്ദേശം രചിച്ചത് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ ആരാണ് ഈ വരികൾ എഴുതിയത്? പൂന്താനം.